ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിങ്ങനെ പോകുന്ന വഴിക്കാണ് റോഡ് സൈഡിൽ പള്ളിപ്പുറമാണ് കേട്ടോ. ഇത് പള്ളിപ്പുറം സൈഡിൽ ഇതാ കുറച്ച് കോൺക്രീറ്റ് ചട്ടികൾ കണ്ടേ. അപ്പം വളരെ ഭംഗിയുള്ളതും അതുപോലെ തന്നെ വിലയും നല്ല താരതമ്യേന കുറവാണ് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് ചട്ടികൾ മേടിക്കാവേ. ഞാൻ കുറച്ച് ചട്ടികൾ സെലക്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. നമ്മുടെ ബോഗൺവില്ലയും അതുപോലെ ബാക്കി കുറച്ച് പ്ലാന്റ്സും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടികളാണ് ഞാൻ നോക്കുന്നത്. കുറച്ച് അടീനി ഇരിപ്പുണ്ട്. അപ്പോൾ അടീനിയത്തിനും കൂടിയുള്ള 2-3 ചട്ടിയും കൂടെ എടുക്കാം കേട്ടോ. ഇവിടെ ചട്ടികൾ അവർ ഉണ്ടാക്കും കൂടെ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതും കൂടെ കാണാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ഓരോ മോൾഡ് വെച്ചിട്ട്, മോൾഡ് എന്ന് പറയുന്ന പ്ലാസ്റ്റിക് പോട്ടുകളാണ്. പ്ലാസ്റ്റിക് പോട്ട് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ സിമൻറ്റ് ഇങ്ങനെ വെച്ച് ഇങ്ങനെയാണ് റെഡിയാക്കുന്നത്. ഇത് അതിൻ്റെ മോൾഡാണ് കേട്ടോ. അത് പ്ലാസ്റ്റിക് പോട്ടുകൾ. അത് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിപ്പോൾ സിമൻറ്റ് അതിനകത്ത് ഫില്ല് ചെയ്തിട്ട് ചെടിച്ചട്ടിയുടെ ഷേപ്പിലേക്കാക്കി ഉണങ്ങാൻ വെച്ചിരിക്കുവാണ്. ഇത് ഉണങ്ങിയതിന് ശേഷം ആ പോട്ടിൽ നിന്ന്, അതായത് പ്ലാസ്റ്റിക് പോട്ടുകളിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ആ മോൾഡിൽ നിന്ന് ഇളക്കി ഇത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം ഇനി അവരതിനെ പെയിൻറ്റ് ചെയ്തെടുക്കും. ഇത് പണിയെല്ലാം കഴിഞ്ഞ് ഫിനിഷായ ചട്ടികളാണ് കേട്ടോ. അപ്പോൾ ഗ്രേ കളറിലും റെഡിലും ഒക്കെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ റെഡ് കളറിലുള്ള 2-3 ചട്ടികൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്ടികൾ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നോക്കിക്കോളൂ, അത്രയും ചട്ടികളാണ് എടുത്തിരിക്കുന്നത്. അത്രയും അടീനിയത്തിനും അതുപോലെ തന്നെ ബോഗൺവില്ലയ്ക്കും വേണ്ടിയിട്ടൊക്കെയാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും ചട്ടികളാണ് ഞങ്ങളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത്. പാക്ക് ചെയ്ത് നമ്മൾ കാറിൻ്റെ ഡിക്കിയിലേക്ക് സെറ്റ് ചെയ്ത് തരുവാണ്. ഒന്നിന് മീതെ ഒന്നായിട്ടാണ് വെക്കുന്നത്. പേപ്പറും ഒക്കെ വെച്ചിട്ട് പുള്ളി നന്നായിട്ട് നമുക്ക് സേഫായിട്ട് കൊണ്ടുപോകാനായിട്ട് പാക്ക് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ വയ്ക്കാം, അത് ഫ്രണ്ടിൽ വയ്ക്കാം. അപ്പോൾ ഞാൻ ചട്ടിയൊക്കെ സെലക്ട് ചെയ്ത് പോവുകയാണേ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.